അതായത് മുംബൈ പോലീസിന്റെ ജോയിന്റ് കമ്മീഷണർ ശ്രീ സത്യനാരായൺ അദ്ദേഹം 10 മിനിറ്റ് കൊണ്ട് ഇമെയിൽ അക്നോളജ് ചെയ്യുകയും 1 മണിക്കൂറിനകം വിളിച്ച് സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും കേസിന്റെ പുരോഗതി അറിയിക്കുകയും ചെയ്തു. പക്ഷേ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പക്ഷേ 10 ദിവസമായി ശ്രീമതി KR മീരയ്ക്കെതിരെ പരാതി കൊടുത്തിട്ട് പോലീസ് അങ്ങനെ ഒരു ഇമെയിൽ കിട്ടിയെന്ന് അക്നോളജ് ചെയ്തിട്ട് പോലുമില്ല. അതായത് രൺബീർ അഹമ്മദിയെ പോലെ ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് ഫോളോവേഴ്സുള്ള രാജ്യത്തെ അറിയപ്പെടുന്ന ഒരു വ്യക്തിക്കെതിരെ പരാതി കൊടുത്തപ്പോൾ ആ പരാതിയിൽ മെറിറ്റ് ഉണ്ടെന്ന് കണ്ട് പോലീസ് എത്രയും പെട്ടെന്ന് നടപടികളിലേക്ക് കടന്നപ്പോൾ ഒരാളുടെ കൊല്ലുന്നതിനെ ന്യായീകരിച്ച, കൊലപാതകത്തെ ന്യായീകരിച്ച, പ്രണയത്തിന് വേണ്ടി പ്രണയത്തിന്റെ വ്യാജ പേരിൽ കൊലപാതകം ചെയ്ത ഷാരന്റെ കൊലയെ ന്യായീകരിച്ച KR മീരയ്ക്കെതിരെ 10 ദിവസമായി പരാതി കൊടുത്തിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ ഒരു അക്നോളജ്മെന്റ് പോലും ലഭിച്ചിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. എന്നിട്ട് ഞാൻ 8 ദിവസം മുമ്പ്, അതായത് പോലീസിന് പരാതി കൊടുത്ത് 2 ദിവസത്തിനകം യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും ഞാൻ ഈ പരാതി അയച്ചു. പോലീസിന്റെ പരാതിയുടെ കോപ്പിയും വെച്ച് അവർക്ക് വേറെ പരാതി അയച്ചു. എന്നെ ഈ വിഷയത്തിൽ ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ യുവജന കമ്മീഷനും എനിക്കെതിരെ കേസ് എടുക്കണമെന്ന് പറഞ്ഞ വനിതാ കമ്മീഷനും ഒക്കെ അങ്ങനെ ഒരു പരാതി ലഭിച്ചു എന്ന് അക്നോളജ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യം, ഇവർക്കെതിരെ പരാതി എടുത്ത് ഇവരെ ജയിലിലിടുന്നൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല, ഇടണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ലീഗലി അക്നോളജ് ചെയ്യാനെങ്കിലും തക്കയൊരു മനസ്ഥിതി നമ്മുടെ സിസ്റ്റത്തിനില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആയുർവേദ കഷായം കൊടുത്ത് ഷാരോണെ സുഖപ്പെടുത്തണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് നിർലജ്ജം വളരെ അറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ എഴുത്തുകാരി പറഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നോ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നോ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നോ അടക്കം അവരോട് വിമർശനാത്മകമായ നിലപാടില്ലാത്തതിന്റെ കാരണം നമ്മുടെ സമൂഹത്തിലെ ഒരു പുരുഷവിരുദ്ധ മൈൻഡ് സെറ്റാണ്. ഞാൻ എല്ലാ ചാനലുകളും നോക്കുന്ന ആളാണ്. അപ്പോൾ ഒരു ചാനലാണ് ശ്രീമതി KR മീരയ്ക്കെതിരെ ഒരു നിലപാടെടുത്തത്. അവർ കൊടുത്ത നിലപാട് എന്താ അറിയാം? KR മീര രാഹുൽ ഈശ്വറിന് പറയാൻ വേണ്ടി വാദങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുതും. അതായത് KR മീര പറഞ്ഞത് തെറ്റല്ല. KR മീര പറയുന്നതിനെ രാഹുൽ ഈശ്വർ അടക്കമുള്ള ഈ സോക്കോൾഡ് സ്ത്രീ വിരോധികൾ അല്ലെങ്കിൽ പുരുഷവാദികൾ വടിയായി ഉപയോഗിക്കും. അതുകൊണ്ട് KR മീര സൂക്ഷിച്ച് സംസാരിക്കണം. അതായത് ഒരുത്തനെ വിഷം കൊടുത്ത് കൊന്നതിനെ ന്യായീകരിക്കുകയും അപഹസിച്ച് ചിരിക്കുകയും അവന്റെ ജീവനെയും ജീവിതത്തെയും മരണത്തെയും അധിക്ഷേപിച്ച KR മീരയ്ക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകാത്തത് പോലീസിന്റെ കാര്യക്ഷമത കുറവല്ല. അത് എടുത്തു കഴിഞ്ഞാൽ പോലീസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ള പേടിയുണ്ടാണ്. അത് എടുത്തു കഴിഞ്ഞാൽ ഇനി സ്ത്രീയുടെ ഇതയല്ലേ, നമുക്ക് വെറുതെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദമോ വിമർശനമോ കേൾക്കുമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ഇവരാരും ഹണി റോസ് ജയിലിൽ കിടക്കാൻ പോണില്ല, അല്ലെങ്കിൽ KR മീര ജയിലിൽ കിടക്കാൻ പോണില്ല. ഈ FIR രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു ഡിഫൻസ് ഉണ്ടാകണം, ഒരു പ്രതിരോധം ഉണ്ടാകണം, ഒരു ബാലൻസ് ഉണ്ടാകണം. നാളെ പുരുഷ സമൂഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരാതി ഉണ്ടാകുമെന്നും കേസ് ഉണ്ടാകുമെന്നും ഒരു തോന്നലുണ്ടാകുകയും അത്തരം ഒരു പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നതാണ് ഉദ്ദേശം. പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇത്രയും പോയിന്റേ ഉള്ളൂ. എനിക്കത് മുംബൈ പോലീസിൽ സന്തോഷവും കേരള പോലീസോ കൊച്ചി പോലീസിനെ മോശമായി പറയല്ല. ഞങ്ങളിപ്പോൾ ഇവരോടെല്ലാം ഒപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഗ്രൂപ്പായിട്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. KR മീരയ്ക്കെതിരെ നൽകിയ പരാതിയിൽ നമുക്കൊരു നോട്ടീസ് നൽകണം, അല്ലെങ്കിൽ ആ പരാതിയെ അക്നോളജ് ചെയ്ത് അവർ രസീത് നൽകണം എന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതുപോലും പോലീസ് ചെയ്യാത്തത് പോലീസിന് ആ രീതിയിൽ പോലും റിസ്ക് എടുക്കാൻ വയ്യ. അതായത് പോലീസിന് ആ രീതിയിൽ പോലും അവർക്ക് ഇനി അക്നോളജ് ചെയ്തു എന്ന് പറഞ്ഞാൽ, അതായത് മെയിൽ റിസീവ്ഡ് എന്ന് പോലും പറയാത്തതിൻ്റെ കാരണം ഇനി മെയിൽ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ത്രീ വിരോധികളായി പോകുമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ കുമാരി ഹണി റോസിനെതിരെ നമ്മുടെ ശ്രീമതി KR മീരയ്ക്കെതിരെ ഈ നിയമ നടപടികളായിട്ട് മുമ്പോട്ട് പോകും. അതൊരു ലാർജർ പോയിന്റ് ഡിറൈവ് ചെയ്യാനാണ്, ഇവരോട് വ്യക്തിവിരോധം ഒന്നും കൊണ്ടല്ല. ആ ലാർജർ പോയിന്റ് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം 50 MLA മാർ, 51 അല്ലെങ്കിൽ 50 MLA-മാരെയോളം ഇതുവരെ പുരുഷ കമ്മീഷന്റെ കാര്യത്തിന് നമ്മൾ കാണുകയുണ്ടായി. വളരെ പോസിറ്റീവായ റെസ്പോൺസാണ്. 5 ദിവസം ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. അവിടെ ഇരുപക്ഷത്തെയും പ്രധാനപ്പെട്ട പല MP-മാരെയും പൊസിഷൻസ് ഓഫ് പവർ ഇരിക്കുന്ന ആൾക്കാരെയും ചെന്ന് കണ്ടു. മാധ്യമ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ദേശീയ മാധ്യമ സ്ഥാപനങ്ങളെ പോയി കാണുകയുണ്ടായി. പുരുഷ കമ്മീഷൻ ബില്ല് കേരള നിയമസഭയിൽ വരുമ്പോൾ അവരാൽ കഴിയുന്ന പിന്തുണ നമുക്ക് തരാമെന്നും ഈ ബില്ലിന്റെ ഇംഗ്ലീഷ് രൂപം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കാനുള്ള കാര്യവും ചെയ്തിട്ടുണ്ട്. വൺസ് ഇറ്റ് ഈസ് പ്രസന്റഡ് ഇൻ അവർ അസംബ്ലി, നമ്മുടെ അസംബ്ലിയിൽ ഒന്ന് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്വീകാര്യത കിട്ടും, അക്സെപ്റ്റൻസ് കിട്ടും. ആ ബില്ല് ഒന്നിവിടെ പ്രസന്റ് ചെയ്തതിന് ശേഷം ഇന്ത്യയിലെ എല്ലാ നിയമസഭകളിലേക്കും സമാനമായ പുരുഷ സംഘടനകളിലേക്കും, മെൻ ടു മൂവ്മെന്റ്സ്, മെൻ റൈറ്റ് മൂവ്മെന്റ്സ്, KMA പോലുള്ള സംഘടനകൾ ഓരോ സംസ്ഥാനങ്ങളിലെയും സംഘടനകളിലേക്ക് അയച്ചു കൊടുക്കുകയും ഒരു ക്യാമ്പയിനിലേക്ക് പോവുകയാണ്. അത് ഈ ഫെബ്രുവരി മാർച്ചിൽ കാര്യമായി നടത്തും. ഇതുവരെയുള്ള ക്യാമ്പയിൻ വളരെ സക്സസ്ഫുൾ ആണ്.